ഓ മുഅ്മിനീങ്ങളെ, നമ്മുടെ നാട്ടിൽ നടക്കുന്ന പള്ളികളുണ്ടല്ലോ, മദ്രസകളുണ്ടല്ലോ, അതിനു വേണ്ടി അധ്വാനിക്കുന്ന ജമാഅത്തിന്റെ ഭാരവാഹികളുണ്ടല്ലോ, അവരോട് നമുക്ക് ആദരവും സ്നേഹവും വേണം. ഞാൻ ഇന്ന് തുർക്കളിക്കയിൽ പള്ളി ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുമ്പോൾ ഞാനത് വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സമയമില്ല, ഞാൻ പറയട്ടെ. പള്ളിയുടെ ഭാരവാഹി, ജമാഅത്തിന്റെ ഭാരവാഹി, എന്താണ് ആ വാക്കിന്റെ അർത്ഥം? ഭാരവാഹി, ഭാരം വഹിച്ച ആള്, വലിയ വെയിറ്റ് താങ്ങുന്ന ആളാണ് പ്രസിഡന്റ്, വെയിറ്റ് താങ്ങുന്ന ആളാണ് സെക്രട്ടറി. എന്താണ് വെയിറ്റ് എന്നറിയാമോ? ആ ഭംഗിയുള്ള പള്ളി ആ ഭംഗിയിൽ തന്നെ നിലനിർത്തണ്ടേ, അതുപോലെ അതിന്റെ മൂത്രപ്പുര നാറാതെ ഒപ്പിക്കണ്ടേ, അവിടെ ജമാഅത്ത് കൃത്യമായി നടക്കണ്ടേ, അവിടെ പൈപ്പില് വെള്ളം കൃത്യമായി ഉണ്ടാകണ്ടേ, അവിടെ കെൽപ്പുള്ള നല്ല പ്രഗത്ഭരായ പണ്ഡിതന്മാരുണ്ടാകണ്ടേ. അതിനെല്ലാം വലിയ ഭാരമാണ് ഭാരവാഹികൾക്ക്. ആ ഭാരവാഹികൾ നാട്ടിന്റെ ഭാരം പേറുകയാണ്, ജമാഅത്തിന്റെ ഭാരം പേറുകയാണ്. അവരോട് ജമാഅത്തുള്ള മുഴുവൻ ആളുകൾക്കും ബഹുമാനാദരവ് വേണം. അവരതാ ശമ്പളം പറ്റുന്നില്ല. പള്ളിയിലെ ഖാദിയാർക്ക് ശമ്പളമുണ്ട്, അതേ മുഅദ്ദിന് ശമ്പളമുണ്ട്, ഉസ്താദുമാർക്ക് ശമ്പളമുണ്ട്, പ്രസിഡന്റിന് 5 പൈസ ശമ്പളമില്ല, സെക്രട്ടറിക്ക് ശമ്പളമില്ല. 5 പൈസ ശമ്പളമില്ലാതെ റബ്ബിന്റെ ദീനിന്